ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൻഡിക്സിൻ്റെ സർജറിക്കൊക്കെ ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ പെയിനൊക്കെ ഉണ്ടാകുന്ന വെച്ചാൽ സ്റ്റിച്ചിൻ്റെ അവിടുത്തെ ചെറിയൊരു അകം പൊറുക്കാനുള്ള ചൊറിച്ചിലില്ലേ, ആ ചൊറിച്ചിലും ഈ ഭാഗത്തായിട്ട് ചെറിയൊരു 10% ഗ്യാസിൻ്റെ ആ പെയിനേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. നടു നൂത്താനും കുറച്ച് പാട്. ബാക്കിയെല്ലാം ആദ്യത്തെ 2 ദിവസമൊക്കെ ലിക്വിഡ് ഫുഡ്സ് ആയിരുന്നു. പിന്നെ അതിന് ശേഷം ജ്യൂസായി, കഞ്ഞി. അതിനുശേഷം ഇപ്പോൾ കുഴപ്പമില്ല. ഞാൻ പെരുന്നാളിൽ നിന്ന് ബിരിയാണിയൊക്കെ മട തിന്നു. നമുക്ക് വീട്ടിൻ്റെ അകത്തോട്ട് പോയി അപ്പൻഡിക്സിന് ശേഷമുള്ള എൻ്റെ സ്വഭാവത്തിൻ്റെ ചേഞ്ചിനെ കുറിച്ച് നമ്മുടെ ഉമ്മടുത്ത് ചോദിക്കാം. ഓക്കെ, അതിന് മുമ്പ് പഠിക്കുന്ന എൻ്റെ അനിയനെയാണ് നിങ്ങൾ കാണുന്നത്. എന്നിൽ നിന്ന് എന്താണ് ഒരു ഗിഫ്റ്റ് വേണ്ടത്? എനിക്കൊന്നും വേണ്ട. ഉറപ്പല്ലേ? ഓ, പ്ലേ സ്റ്റേഷൻ വാങ്ങിച്ചു തരാടാ. ഞാൻ നിഹാലിക്കായെന്നല്ല, എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന വാങ്ങിച്ചു തന്നാൽ പോരെ. പക്ഷേ ഞാൻ വാങ്ങിച്ച് തരൂല. എനിക്ക് അഹങ്കാരത്തിൻ്റെ കൈയും കാലുമാണ് ആള്. ഗൈസ്, ഇപ്പോൾ നമ്മൾ പോകുന്നത് എൻ്റെ വീടിൻ്റെ അടുക്കളയിലോട്ടാണ്. കിച്ചൺ ഏരിയയിലോട്ടാണ്. ആദ്യം നമുക്ക് ഉമ്മച്ചാടുത്ത് ചോദിക്കാം, സർജറിക്ക് ശേഷം എൻ്റെ സ്വഭാവം എങ്ങനെയാണ്? പറയും. സർജറിക്ക് ശേഷം സ്വഭാവം ഒത്തിരി വേരിയേഷൻ ഉണ്ടായിരുന്നു. അതിപ്പോൾ പോയി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പഴയതുപോലെയായി. പുറത്തോട്ട് പോകണം എന്നുള്ള ടെൻഡൻസി മാത്രമേ ഉള്ളൂ. അതിന് മുമ്പുള്ള എൻ്റെ സ്വഭാവം, അതിനുള്ള സർജറിക്ക് വേണ്ടി ഡ്രസ്സ് മാറ്റിയപ്പോഴേ അവനല്ലാതായി. അപ്പോഴത്തേക്കും ഒരു കോഴിക്കുഞ്ഞ് പറയും കുഴപ്പമില്ല, ഒരു കോഴിക്കുഞ്ഞ് വാടിയതുപോലെ ആയി. അപ്പോഴത്തേക്ക് അപ്പോഴുള്ള മനോഭാവം കണ്ടു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റൂല. ഡാമേജാണ് അവൻ അപ്പോഴും ഒരു പറയാൻ അറിഞ്ഞൂടാ. അവൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഒരു 2 വയസ്സുള്ള കുഞ്ഞിൻ്റെ മുഖം പോലും ഇത്രയ്ക്കും. ഉമ്മച്ചിയെടുത്ത് ചോദിക്കാം, എന്താണ് അവസ്ഥ? ഇപ്പോഴത്തെ അവസ്ഥ വളരെ നല്ല അവസ്ഥ. പറയും, അവസ്ഥ പറയും. എന്തിൻ്റെ അവസ്ഥയാണ് പറയേണ്ടത്? അവസ്ഥ സർജറി എന്ന് കേട്ടപ്പോഴത്തേക്ക് നന്നായിട്ട് പേടിച്ച്. പിന്നെ നല്ല രീതിയിൽ പേടിച്ച്. യൂട്യൂബിൽ സർജറിയുടെ ഒക്കെ വീഡിയോസൊക്കെ എടുത്ത് കണ്ട് നല്ല രീതിയിൽ പേടിച്ച്. എനിക്ക് നടക്കാൻ പറ്റുമോ, എനിക്ക് ഓടാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള സർജറി ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നി സ്വഭാവത്തിൽ ചെറിയ മാറ്റമൊക്കെ വന്ന് കാണും. ഉമ്മാടുത്തൊക്കെ ഭയങ്കര സ്നേഹമൊക്കെ വന്ന് കാണും. ഉമ്മാടത്ത് എനിക്ക് അന്നും സ്നേഹം തന്നെ. ഈ സ്നേഹം കാണിക്കണോ, ഇങ്ങനെ എന്നെ കാണിക്കണമെന്നൊന്നുമില്ല. ഫോൺ നല്ലോണം പിടി. ഇങ്ങനെ എന്നെ കാണിക്കണമെന്നൊന്നുമില്ല അല്ലേ? പുള്ളിയുടെ എയർബഡ്സ് അറിഞ്ഞിട്ടോ എന്നാണ് തോന്നുന്നത്. അത് ഇനിയിപ്പോൾ എനിക്ക് വാങ്ങിച്ചു കൊടുക്കണം അല്ലേ? തീർച്ചയായിട്ടും. മോട്ടോറോളയുടെ തന്നെ വേണമെന്നാണ് പറയുന്നത്. എനിക്ക് മോട്ടോ ബഡ്സ് വേണം. കാരണം അത് ഞാൻ ഉപയോഗിച്ച് എനിക്ക് അതങ്ങ് ഞാൻ യൂസ്ഡപ്പായി. അതാണ് അതിനെ കാട്ടി ബെറ്റർ ഇത് സ്പിൻ ബോട്ടിൻ്റെ. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. തിയേറ്ററിൽ ചെയ്യുന്ന എനിക്ക് തിയേറ്ററിൽ ഇരിക്കുന്ന എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടല്ല. അത്യാവശ്യം വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് വല്ല കോളോ ഓഫീസിൽ നിന്ന് വല്ല കോളോ വരികയാണെങ്കിൽ എനിക്ക് അറ്റൻഡ് ചെയ്യണം. കാരണം ഞാൻ കണിയാരത്തിരുന്ന സമയത്ത് ഞാൻ പറയുന്നത് എനിക്ക് വാങ്ങിച്ചു തരുന്ന ആള്. അതിന് വിഷമം ഉണ്ടായില്ലേ? പറയുന്നത് വാങ്ങിച്ച് തരുന്നതിൽ വിഷമമില്ല. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കാറില്ല. 24 മണിക്കൂറും ഒരു പയ്യൻ്റെ അടുത്ത്, അതായത് ഒരു 17കാരൻ്റെ അടുത്ത് അവിടെ ഇരുന്ന് എല്ലാവരും പഠിക്കും ജയിക്കുമെന്ന് പറയുമ്പോൾ ആ പയ്യനെ അനുഭവിക്കുന്ന സ്ട്രെസ്സ് അത് വേറെയാണ്. അത് നിങ്ങൾക്ക് അത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതിനേക്കാളെതിരെ പറയും, ഒരു കുഴപ്പമില്ല. അതിനേക്കാളെതിരെ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നീ പഠിക്കാത്തത് കാണുമ്പോഴത്തേക്കും അത്യാവശ്യം പഠിക്കും. അതെ, അത്യാവശ്യം പഠിക്കുമെന്ന് പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ തള്ളമാരെ പോലെ, സാധാരണ അമ്മമാരെ പോലെ, പാരൻസിനെയും പോലെ ഒന്നും എനിക്ക് A+ വാങ്ങിക്കണം, B+ വാങ്ങിക്കണം, എൻ്റെ മോന് അത് പഠിക്കണം, ഇത് പഠിക്കണം, എനിക്ക് സ്റ്റാറ്റസ് കിട്ടണം, അങ്ങനെ ഒന്നുമല്ല. ജസ്റ്റ് പാസ്. 20 മാർക്കാണ് പാസ്സെങ്കിൽ 20 മാർക്ക്. എനിക്ക് അത് മതി. വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അതെങ്ങനെയെങ്കിലും ഒന്ന് നേടിയെടുക്കാനേ പറഞ്ഞോളൂ. +1 റിസൾട്ട് അവനോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവനറിയാം, അവൻ പറയും. പിന്നെ +2 ആണല്ലോ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വഴുത്തിൽ വന്നൊക്കെ നമ്മൾ ഊഹിച്ച് വെച്ചിരിക്കുന്നത്. +2 അല്ലായിരിക്കാം, പക്ഷേ എന്നാലും ഒരു ബേസിക് ഇപ്പോഴത്തെ സമയത്ത് ഒരു ജോലി, എനിക്കൊരു പ്രൈവറ്റ് ജോലിയുണ്ട്. അപ്പം ഒരു ജോലിയുടെ അത്യാവശ്യം എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. അപ്പം എൻ്റെ മോനും നാളെ എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടം വന്നു കഴിഞ്ഞാൽ ഇപ്പം സർജറിയെ പറ്റി ചോദിച്ചില്ലേ, ഇപ്പം ഇവന് ഈ അപ്പൻഡിക്സിൻ്റെ വേദന കൂടിയപ്പോഴത്തേക്ക്
എനിക്ക് ഇവനെയും കൊണ്ട് കോൺഫിഡൻസോടുകൂടി ആശുപത്രിയിൽ പോയി സർജറിക്ക് ഡോക്ടർ പറഞ്ഞപ്പം യെസ് എന്ന് പറയാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ടാണ്. എനിക്ക് ഒരു കുഞ്ഞു ജോലി ആയാലും ആ ജോലി എനിക്ക് ഉള്ളത് കൊണ്ടാണ്. അല്ലല്ലേ? ഞാൻ ഡിപ്പെൻഡൻ്റ് അല്ല, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്. ഒറ്റയ്ക്ക് വഴിവെട്ടുന്ന സ്ത്രീ അത്രേ ഉള്ളൂ, അതത്രേ ഉള്ളൂ. അപ്പം എനിക്ക് അറിയാം എവിടെയൊക്കെ നമ്മൾ വീണ് പോവും, എവിടെയൊക്കെ നമ്മൾ വീണ് പോകത്തില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ ആരൊക്കെ കാണും എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അത് ഇപ്പം ഈ വീഡിയോ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന എൻ്റെ നാത്തൂൻ്റെ മോനായാലും അവരോടൊക്കെ ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്കൊരു ജോലി, അത്യാവശ്യം ഒരു ജോലി. ഇപ്പോഴത്തെ കാലത്ത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഒരു ജോലി ഇല്ല, സെക്യൂരിറ്റി പണി പോലും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ +2 ജയിക്കണമെന്നേ പറയുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പടി മോനെ പടി എന്ന് പറയുന്നത്. 24 മണിക്കൂറും പഠിക്കണ്ട, 5 മണിക്കൂർ പഠിച്ചാൽ മതി, 2 മണിക്കൂർ പഠിച്ചാൽ മതി. അതിലവൻ 1 മണിക്കൂർ പഠിക്കട്ടെ. കേട്ടല്ലേ? തൃപ്തിയായല്ലോ. ഇങ്ങോട്ട് വരണ്ടെന്ന് തോന്നി. ഏറി ഉടച്ചൊന്നുമില്ല, ചെടി അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നു. ഗൈസ്, ഇതാണ് നമ്മളെ ഇവിടുത്തെ പൂച്ച, പിങ്കി എന്നാണ് പേര്. കഴിഞ്ഞ 4 മാസത്തിന് മുമ്പ് ഡോറടയ്ക്കണം. കഴിഞ്ഞ 4 മാസത്തിന് മുമ്പ് പ്രസവിച്ചിട്ട് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് വീണ്ടും പ്രസവിച്ചു. അപ്പം അങ്ങനത്തെ പൂച്ചയാണ്. നീ പേടിയല്ലേ? നീ എൻ്റെ സബ്സ്ക്രൈബറാണോ? പറയും ആണ്? അല്ല, പുള്ളി ഇങ്ങനെ വീഡിയോ ഒന്നും കാണുന്നില്ല. പുള്ളിക്ക് പ്രസവിക്കണം, മക്കളെ ഇതാക്കണം. ഇതാണ് എൻ്റെ അനിയൻ്റെ മീൻ വളർത്തൽ. വലിയ ഇതൊന്നുമില്ല. ഈ ടാങ്കിൽ തന്നെ ഞാനും വളർത്തിയിരിക്കുന്ന. പണ്ടൊരു കാലത്ത് ഈ ഷെഡിൻ്റെ അകത്തോട്ട് വരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാര്യം ഇതിൻ്റെ അകത്തായിരുന്നു ഞാനും വാപ്പായും കൂടെ ഞാൻ തീറ്റി കൊടുക്കത്തേ ഉള്ളൂ. ഞാൻ വാപ്പായും കൂടെ വളർത്തിക്കൊണ്ടിരുന്ന പ്രാവ്. അങ്ങനെ ഫോൺ നല്ല കറക്റ്റ് പിടിയേ, പ്രാവും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും അതൊക്കെ ഒരു സമയമായപ്പം പൈസയുടെ ആവശ്യങ്ങളൊക്കെ വന്നപ്പം അതൊക്കെ പോയി. ആ സമയത്ത് ഞാൻ കപ്പണ്ടി കൊണ്ടുപോകാം ഇങ്ങനെ വയ്ക്കുമ്പോൾ ഷിറാസ് എന്ന് പറയുന്ന ഒരു ഇനമുള്ള, ഷിറാസിൻ്റെ ക്രോസ് ഒരു ഇനമുള്ള പ്രാവ് വന്ന് എൻ്റെ കയ്യിൽ ഇരുന്ന് കഴിക്കും. അന്ന് രാത്രി ഒറ്റ മൈൻഡാണ്. അന്ന് രാത്രി എന്ന് പറയുമ്പോൾ പ്രാവിനെ എടുക്കാൻ പോകും, തമിഴ്നാട്ടിൽ പോയി 70 രൂപയ്ക്ക് ഒരു ജോഡി അങ്ങനെ എടുക്കും. ഇനി ഇത് ഈ സർജറിയുടെ ഇത് കഴിഞ്ഞിട്ട് ഒരു പട്ടി വരുന്നുണ്ട്, ഒരു ഡോഗ് അർജൻറ്റീന. കണ്ടോ? ഒരു ഡോഗ് അർജൻറ്റീന വരും, അല്ലെങ്കിൽ ഞാൻ ഒരു റോഡ് വീലറിന് എടുക്കും. ഗൈസ്, ഇതാണ് അപ്പോൾ എൻ്റെ വീടിൻ്റെ ബേക്ക് വശം. അവിടെ ഒരു വീട് പുതുതായിട്ട് പണിയുന്നുണ്ട്. ഇതൊക്കെ ഇത് വേൾഡ് കപ്പ് സമയത്ത് ഞാൻ വരച്ചതാണ്. വേൾഡ് കപ്പ് സമയത്ത് വരച്ചതാണ്. പിന്നെ വേറെ ആയിട്ട് ആ വീടിൻ്റെ ചുറ്റുപാട് ഫുള്ള് പച്ചപ്പ് നിറഞ്ഞതാണ്. അവിടെ പപ്പായ ഇരിക്കുന്നുണ്ടല്ലേ, കണ്ണേറ് കൊണ്ട് പോയി. പപ്പായ കണ്ണേറുണ്ടാണ്ടാ പോയോ? ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ എവിടെയാടാ കാണിക്കുന്നത്? ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ ബേക്കിൽ നിന്ന് നല്ല ബാക്ക്ഗ്രൗണ്ട്, ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ലതായിരുന്നു. അത് വെട്ടിക്കളഞ്ഞു. നോമ്പ് പെരുന്നാളിൻ്റെയൊക്കെ ആ സമയമായപ്പോൾ വെട്ടിക്കളഞ്ഞു. എൻ്റെ അനിയനാൾ കരോട്ടയും കാര്യങ്ങളൊക്കെയാണ്. അനിയൻ്റെ ഇങ്ങോട്ട് വാടാക്കാം, ഇങ്ങോട്ടൊന്ന് കാണിച്ചു കൊടുക്കും. ഇതിൽ വാ. അനിയൻ്റെ ട്രോഫിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എൻ്റെ ഫാദർ ജേർണലിസ്റ്റാണ്. ഫാദറിനും ട്രോഫിയും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഞാൻ മുമ്പ് പാടുമായിരുന്നു. അപ്പോൾ പാട്ട് പള്ളിയിൽ നിന്ന് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ട്രോഫിയും കാര്യങ്ങളും ഉണ്ട്. നിൻ്റെ കരോട്ട കിറ്റ് എടുത്തിട്ട് വന്നാണ്. ആ കാള പറയുന്ന ഒരു ഗംഭീര ഒരു ലുക്കാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഗൈസ്, നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറയുന്നുണ്ട്. കരോട്ടയ്ക്ക് കാണിച്ചു വിടറ എന്തൊക്കെ ഉണ്ടെന്ന്. പറയേ. ബെൽറ്റ് ഉണ്ട്, പിന്നെ പാൻറ്, യൂണിഫോം, പിന്നെ കുമ്പിത്തേക്കിടാനുള്ള സാധനങ്ങൾ, ഹെൽമെറ്റ്, കാലിടാനുള്ള ലെഗ്സ്, പിന്നെ കൈയിടാനുള്ള ഗ്ലൗസ്. ശിവം കരോട്ട ആണെങ്കിലും ഭയങ്കര ബോക്സിങ്ങിൻ്റെ ആ ഒരു ഇതാണ്. വരുന്ന MMA ബോക്സിങ്ങൊക്കെ കാണാം. റെസ്ലിംഗ് ആണ് കൂടുതലും. ഫേക്ക് ഫൈറ്റാണ് കൂടുതലും. ഇനി എങ്ങോട്ട് നമുക്ക് രാത്രി എങ്ങോട്ടെങ്കിലും കഴിക്കാൻ പോവാം, ഉറക്കല പോവാം. ഓക്കെ. നിന്നെ എങ്ങനെ ഉണ്ടോ? ത്രിബിൾ ഇരുത്തോ? പിങ്കിയുടെ പൂച്ചക്കുട്ടികളെ മണ്ടേ ഉണ്ടോ?
ബാ എനിക്ക് പൂച്ചക്കുട്ടികളെ കാണാൻ പോവാം. ഗൈസ് ഇപ്പം നേരത്തെ കാണിച്ച പൂച്ചയുടെ കുട്ടികളെയാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ആഴ്ചയിലല്ലേ 4 മാസത്തേക്ക്. എടാ ഇതങ്ങ് തുറ. ഇതാണ് എൻ്റെ വീടിൻ്റെ ടെറസ്. കൃഷി ആയിരുന്നു. എടാ മണ്ടയിലോട്ട് കയറിവാ. അപ്പൂസ് അതിൻ്റെ അകത്തായിരുന്നു ഞാൻ മുയലിനെ ഇട്ടിരുന്നു. പൂച്ച കുന്നം പൂച്ച റാഞ്ചിക്കൊണ്ട്, പക്ഷെ അതിനെ ഞാൻ കൊന്നു. വല അവിടെ ഇരിക്കട്ടെ. പൂച്ചക്കുട്ടി വല്ലതും പറയും. അത് തിന്നെ കൊണ്ടുപോയി തലയ്ക്ക് ഞാൻ തട്ടും. കൊണ്ടുപോയി ഗൈസ്. ഇവിടെ ഇനി പ്രാവളരുന്ന ഇവിടെയാണ്. ഇവിടെ ഷെഡ് അടിക്കും. ഇവിടെ ഇങ്ങനെ വലിയൊരു ഷെഡ് അങ്ങ് അടിക്കും. റാണൊക്കെ ഒരു എ ഷേപ്പിൽ ഷെഡ് അടിക്കും. വാ കയറി വാ. ഗൈസ് ഈ അപ്പൻഡിക്സിൻ്റെ സർജറി വന്നതിന് ശേഷം തന്നെ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. ആരൊക്കെ കൂടെ കാണും, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നവരൊന്നും നമ്മളെ കൂടെ വലുതായിട്ട് കാണണമെന്നൊന്നുമില്ല. അല്ലേടാ അപ്പൂസേ? ചെറുക്കം കാണും. ചെറുക്കം എൻ്റെ കൂടെ ഹോസ്പിറ്റലിലൊക്കെ വന്നു. അവനെ കാണിച്ചു കൊടുക്കും. നിന്റെ മൊബൈൽ ഇതാരാ? അത് നിനക്ക് ഇത് ലൈറ്റിനിങ് കൊണ്ടുവന്നൂടായിരുന്നോ? ഇങ്ങനെത്താണ് ഗൈസ്. എൻ്റെ ക്യാമറാമാൻ എത്ര ഇതാണെങ്കിലും എൻ്റെ ഫോൺ ആൽഫാ മെയിൽ മെത്തേഡാണല്ലേടാ. അവൻ എന്തിനാ കൊടുക്കുന്നത്? അവൻ ബസ് സിമുലേറ്റർ കളിക്കാനാണ്ട്രാ. അതിനാണ്ട്രാ മണ്ട ഉമ്മ ഇടന്ന് പറഞ്ഞ. അവന് നാളെ അടിസ്ഥാന പാഠത്തിൽ പരീക്ഷയാണ്. ഇവിടെ മുയലിനെ കളിക്കാൻ വേണ്ടി ഞാൻ മണ്ണെടുത്തൊക്കെ ഇട്ട് കൊടുത്തേനു. ഒരാഴ്ച പോലും മുയൽ കിടന്നില്ല. മുയലിനെ പൂച്ച ചാമ്പി കൊണ്ടുപോയി. ഗൈസ് ഇതൊക്കെ കാണുന്നത് പടക്കത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇത്രയും നേരം ക്യാമറ പിടിച്ചത് നമ്മളെ സെയ്തലിയാണ്. സെയ്തലിക്ക് എന്നെക്കുറിച്ചുള്ള 2 വാക്ക്. നല്ല വാക്കൊന്നും പറയാനില്ല. പറയടാ. നല്ല വാക്കൊന്നും പറയാനില്ല. അത് നല്ല വാക്ക് പറയാനാണെങ്കിൽ ഇത് സംഭവം ഒറിജിനൽ അല്ല കേട്ടോ. ഇത് എത്ര രൂപ? 399. ഇത് 700 രൂപ. 700 രൂപയ്ക്ക് അരയിലൊരു അരഞ്ഞാണം വാങ്ങിച്ചിടാലോ. വെള്ളിയിടാ. ഇടാ അടുത്ത ഔട്ട്. നിന്റെ ഔട്ട്ഫിറ്റ് വെറുത്ത് പറ. ഉടുപ്പ് എത്ര, പാൻറ് എത്ര? നീ ഒരു അടുത്ത് നിന്നെ പിടിച്ച് വിഴുങ്ങൂല. പറയും. ഉടുപ്പ് 550, പാൻറ് 1000, വാച്ച് 700, കണ്ണാടി ഇത് എൻ്റെ കണ്ണാടി. കാക്കാടെ ഇല്ല, കണ്ണാടി എൻ്റെ. ടോട്ടലി എല്ലാവരും കൂടെ എനിക്കിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാനെന്ന് പറഞ്ഞുകൂടാ. ടോട്ടൽ എല്ലാവരും കൂടെ കാണാം. ഇത് ഫുള്ള് പ്രൊമോഷനാണ്. ഈ ട്രാക്ക് പ്രൊമോഷൻ, ഈ ജേഴ്സി പ്രൊമോഷൻ. എന്നെ വിളിച്ചായിരുന്നു പെരുന്നാളിന്. അപ്പോഴത്തേക്കും കോസ്മോ ഹോസ്പിറ്റലിൽ. ഈ കിടക്കുന്നതൊക്കെ ദീപാവലിക്ക് നമ്മൾ പൊട്ടിച്ച പടക്കത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. ചാർപ്പയും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ അന്ന് സരസ്വതി ഒട്ടിച്ചാടാ കുറേ. അന്ന് നമ്മൾ താഴെ കൊണ്ടുപോയിട്ട് പൊട്ടിച്ച പെട്രോൾ ഉണ്ടല്ലേ, ഗുണ്ടിന്റെ പുറത്ത് ഇത് ദ്രവിക്കുന്നതാണോ? ഇത് പെണ്ണുങ്ങളെ നോക്കാന് എന്തൊരു അങ്ങനെ ക്യാമറ അങ്ങനെ ആക്കാതെ സാധാരണ കേട്. നിനക്ക് നാളെ ഏത് എക്സാം? ഇംഗ്ലീഷ് അല്ല ഗൈസ് പഠിപ്പിയാണ് ആള്. എനിക്ക് മറ്റന്നാ ബയോളജി എക്സാം. എനിക്ക് ഡബിൾ പാസ് വാങ്ങണം അതിന്. ഞാനാണ് ഇന്ന് വ്ളോഗ് എടുക്കുന്നത്. എനിക്ക് ഇഷ്ടമല്ലടാ. തുണ്ട് ഞാൻ വയ്ക്കത്തില്ല. വയ്ക്കുന്നെങ്കിൽ പള്ളിയിലെ പരീക്ഷയ്ക്ക് തുണ്ട് വെച്ചിട്ടുണ്ട്. പള്ളിയിലെ പരീക്ഷയ്ക്ക് ഞാൻ ഗൈഡ് കൊണ്ടുപോയി എഴുതി. ഉസ്താദം നോക്കിയിട്ട് ഗൈഡ് എണീരെന്ന് പറഞ്ഞു. എന്നിട്ട് എന്തായാലും 3-ൽ 4 വേണം ഇരുന്നു. എൻ്റെ 4 വർഷം പോയ പോക്ക്.
ബാ താഴോട്ട് പോവാ. എന്ത് ഞാൻ കുളിക്കാം, വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് കുളിക്കാം. എന്തമ്മാ ശരീരം ഇളകുന്നില്ലല്ലേ? ഞാൻ വീഡിയോ എടുക്കാൻ പോയി. വെയിറ്റ് എടുത്താന്ന് ഞാൻ ആരെടുത്താ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വഴക്ക് പറയണു. 10 ദിവസം ആവുന്നുമ്പോ വെയിറ്റ് എടുപ്പിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഷെയറാമി എടുത്ത ഷെയറായി വഴക്ക് പറഞ്ഞു. വേറെ ആരാന്ന് പറഞ്ഞു. അവര് പഴുത്തിങ്ങനെ രണ്ടാമത് അളിഞ്ഞു പോയെന്ന്. ആരെന്നറിയാം? അനിതയുടെ മോൻ്റെ രണ്ടാമത് പഴുത്ത് പിന്നെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ആ ഇളയ ഞാൻ എനിക്ക് വെയിറ്റ് എടുക്കുന്നെങ്കിൽ ഇവിടെ എനിക്ക് പിടിക്കും. ഞാൻ ഇങ്ങനെ ഒറ്റ കൈയിലാണ് എടുത്തിട്ട് തുടയ്ക്കാനല്ലേ. എത്ര കയ്യിലായാലും അത് ശരീരത്തിന് കേടാകും. കുഞ്ഞായൊക്കെ എപ്പോഴും വരും? അവരെവിടെ എത്തിയെന്ന്? നീ കുളിക്കുന്നില്ലേ മോനെ? സിയ പോയി കുളിച്ച് റെഡി ആയിട്ട് നിന്നാണ്. ചെല്ലി അവര് വരുന്നതിന് മുമ്പ് പോയി കുളിച്ച് റെഡി ആയിട്ടില്ലേ? അമ്മ മോട്ടറോളെ എൻ്റെ 1000 രൂപയുള്ളൂ. അതിൻ്റെ ആ തുറന്ന് വേണമെങ്കിൽ വാങ്ങിച്ചു തരാം. ഒരു വകവും പഠിച്ചിട്ടില്ല. എൻ്റെ നിലവിൽ 1000 രൂപയുള്ളൂ. 4 മണിക്കൂർ ഞാൻ പഠിച്ചു. അതിൻ്റെ ആ തൊതുകുന്ന ഞാൻ വാങ്ങിച്ചു തരാം. നീ 1000 രൂപ തന്നാൽ മതി, ബാക്കി എന്തെങ്കിലും കൂടെ ഇട്ടിട്ട് ഞാൻ അത് വാങ്ങിച്ചോളാം. മോട്ടറോളെ ചെവിയിൽ കയറുക. 699 രൂപ ബോട്ടിൻ്റെ ഒരു സാധനം വാങ്ങിച്ചു തരും. അത് ചെവി കയറ്റിക്കൊണ്ട് അങ്ങ് നടന്നാൽ മതി. അമ്മ അത് ഇവിടെ എവിടെയെങ്കിലും കാണും അമ്മ. വീട്ടിൽ ഒരുതനെ കേറ്റാൻ ഇനി കൊള്ളത്തില്ലല്ലോ. നമ്മള് കണ്ടില്ലല്ലോ, കാണാതെ അങ്ങനെ പയ്യന്മാരങ്ങനെ എടുക്കത്തില്ല അമ്മ. ആരായെന്തോ ആരും എടുത്തെന്നല്ല പറയാറ്. കാണാതെ ഒന്നും ഞാൻ പറയില്ല. ഒരു കാര്യവും ഒരാൾ നുണ പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കൂല. എനിക്ക് പൂർണ്ണ തെളിവുണ്ടെങ്കിലേ വിശ്വസിക്കൂ. അതാണ് എൻ്റെ ഉമ്മ. ഉമ്മച്ചയുടെ നിലപാടുകളൊക്കെ സ്ട്രോങ് ആണ് അല്ലേ അമ്മ? അങ്ങനെ തന്നെ. എന്തൊക്കെയാണ് സ്വഭാവങ്ങൾ? നീ പോടാ, പറയേ. നീ പോയി കുളിച്ചിട്ട് വാ. പോയി കുളിക്കടാ സിയാ. വെള്ളം പുറത്തൂടെ ഒഴിച്ചിട്ട് വരല്ലേ, നല്ലോണം അഴുക്ക് തേച്ച് കുളിക്കും. എൻ്റെ അനിയനൊരു കാക്കക്കുളിയുടെ സ്വഭാവമുണ്ട്. പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. മറ്റന്നാ പോയി മോളെ ബയോളജി എഴുതും അല്ലേ അമ്മ? മറ്റന്നാ പോയി ബയോളജി എഴുതും. എനിക്ക് വിശ്വാസമില്ല. കബീബ് കാണിക്കുന്നത് എനിക്ക് കാണിക്കാവൂ. ഞാനല്ല നോക്കുന്ന, അള്ളാഹു. എങ്ങനെ ഇവിടെ എത്തി? അള്ളാഹു ആണ് എന്നെ ഇവിടെ എത്തിച്ചത്. മുടി യന്ത്രം എൻ്റെ ഇങ്ങനെ എസ് ഷേപ്പിൽ വളരുന്ന അടുത്തിട്ട് കാണിക്കാടാ മണ്ട. ഇത് സ്റ്റിച്ച് പോയി ഇളകിട്ട് എന്നിട്ട് മുടിയൊക്കെ പോയി വെട്ട് ചെയ്യണം. മോനെന്ന് ഇനി പരീക്ഷ 25 തീയതി. അത് എന്തൊരു പോയി എഴുതും മോൻ? മറ്റന്നാൾ നീ പോയി എഴുതും. അത് ഞാൻ എഴുതും. എന്താണ്ട് എൻ്റെ PDF കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉമ്മച്ചി നോട്ട് എടുത്തിട്ട് വന്നു. ഞാൻ എങ്ങനെയെങ്കിലും ഒരു ജയിക്കും. TV പാട്ടിടാന്ന് വിചാരിച്ചാൽ സന്ധ്യ സമയമായി. പാട്ടിട്ടാ കിടന്ന് ദേഷ്യപ്പെടും വീട്ടുകാർ. ഗൈസ്, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പം ഈ സർജറി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ച്. എന്താണെന്ന് പറയുമ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന 1x മതി. എക്സ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരൊന്നും നമ്മളധികം കാണാനും വന്നില്ല. ഒരാൾ ആളെ മെൻഷൻ ചെയ്തില്ല. ഒരാളിങ്ങനെ വന്ന് ഒരു 5 സെക്കൻഡ് പോലും അവൻ തികച്ചിരുന്നില്ല. സുധാനെ പോണേടാന്നും പറഞ്ഞു പോയി. ആളായിരുന്നു എനിക്ക് കൂട്ടുകാരിൽ ഏറ്റവും ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ബട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരാൾ എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരെ വന്നു, അപ്പൂസ്. അതിന് ശേഷമാണ് എനിക്ക് അവനെത്തി കാര്യമായ. അതിനുശേഷം ആരും കുടുംബത്തിൽ നിന്നായാലും ഇപ്പം രണ്ടുപേരുടെ സൈഡിൽ നിന്നായാലും ആരും വന്നിട്ടൊന്നുമില്ല വലുതായിട്ട് കാണാൻ. ഇനിയിപ്പോൾ ആൾക്കാർ വന്നു തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇത് അറിഞ്ഞതിന് ശേഷം ഇപ്പം യവൻ പോലും ഇന്നാണ് എന്നെ കാണാൻ വരുന്നത്. അല്ല ഇനി വേറെ എവിടെയും പോവൂല. മിണ്ടായിരിക്കടേ. റുവൈസ് ഒരു ദിവസം 3-4 വട്ടം വിളിക്കും. പാവ റാംബോൻ്റെ കാല് പോയി. കുപ്പിച്ചില്ല് വണ്ടിയിൽ നിന്ന് ചാടിയാറ്റ് ഇറങ്ങിയപ്പോൾ കുപ്പിച്ചില്ല് കയറി കൊണ്ടുവന്നു. 7 സ്റ്റിച്ച്.
ചോരയ്ക്കാതെ പഞ്ചായത്ത് കൊണ്ടായാലും സ്റ്റിച്ചിട്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതലും എന്ന് പറയുമ്പോൾ കൂടുതലും നമ്മൾ ആരെയിൽ നിന്നും ഒന്നും എക്സ്പെക്റ്റ് ഒന്നും ചെയ്യില്ല. നമുക്ക് നമ്മളെ കാണും ഒരു അഴുക്ക സിറ്റുവേഷനിലും, പിന്നെ വീട്ടുകാരും കാണും. അത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്, യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. മിണ്ടായിരിക്കും, മര്യാദയ്ക്ക് പിടിച്ചാൽ മതി നീ, അത് താന്നിറങ്ങുന്നു. ആ സമയമൊക്കെ സെറ്റായിരുന്നു. പിള്ളേർ സൈക്കിൾ ഓട്ടിക്കുന്ന സമയം എൻ്റെയൊക്കെ പ്രായത്തിൽ. ഇവിടെ നിന്ന് സൈക്കിളായിട്ടൊക്കെ ഇറങ്ങും, അപ്പുറത്തെ ബത്തുകൾ ഇറങ്ങും, ഞാൻ ഇറങ്ങും സൈക്കിളെ ഓട്ടി പഠിക്കാനെന്നും പറഞ്ഞു. എന്നിട്ട് മണിയൻ്റെ വീട് തൊട്ട് നസീബിക്കാട് വീട് വരെ പറക്കും ഈ വഴി. എവിടാ എപ്പാ? അന്നൊക്കെ അവന്മാർ വെക്കേഷൻ വരുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അന്നത്തെ കാലമൊന്നും പിന്നെ തിരിച്ച് കിട്ടത്തോലുമില്ല. നോ ടെൻഷൻ അല്ലേ, നോ ടെൻഷൻ, 8 hour ഡീപ്പ് സ്ലീപ്പ്, നോ ലവ്, നോ ഡിപ്രഷൻ. എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്, ഞാൻ രാവിലെ 7 മണിക്ക് എണീച്ചിരുന്ന് മാർസൂപ്പിലാമിയാണ്. ഓ വേറെ ഇവിടെയാണ് നമ്മൾ ആ സമയത്ത് കിടന്നുകൊണ്ടിരുന്നത്, നമ്മൾ സിറ്റ് ഔട്ടിൽ. അതൊക്കെ നല്ല കാലം. ഇപ്പം എല്ലാം മാറി. സിറ്റ് ഔട്ടിൽ ഒരിക്കൽ വാപ്പ ആരെ കണ്ടെന്നും പറഞ്ഞാണ് അതിന് ശേഷം വാപ്പ ഇവിടെ ഇറങ്ങി കിടക്കാത്ത. നമ്മളെല്ലാവരും കിടക്കുന്ന അത് തന്നെ. സി എ ഈ ഇടയ്ക്ക് ട്രാൻസ്മിറ്ററിൻ്റെ അകത്ത് കൊണ്ടുപോയി കൈ വെച്ച് കൊടുത്ത് കടന്നിൽ കൊത്തി പിരുത്ത്. വയസ്സ് ഞാൻ ഉണങ്ങിയെന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് നല്ലോണം മനസ്സിലായി ഞാൻ ഉണങ്ങിയെന്ന്. ഓക്കെ, ലൈറ്റ് ഇപ്പോഴും ഇടണം. ഫാൻ അങ്ങിടറാ, സീനില്ല, ഫാൻ അങ്ങിട്ടാൽ മതി. വീട്ടിൻ്റെ അടുത്തുള്ളവർ അത്യാവശ്യമുള്ളവർ എല്ലാവരും കാണാൻ വന്ന്. പിന്നെ നമ്മൾ കൂടുതലും എൻ്റെ കുറേ കൂട്ടുകാരന്മാർ പറഞ്ഞിട്ടുണ്ട് തെറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഞാൻ അതൊന്നും വക വെച്ചില്ല. എനിക്ക് ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്. വിളിച്ചത് പോലുമില്ല, ഇന്നൊന്നും മെസ്സേജ് അയക്കാൻ പോലും ഇല്ല. ഇനി ഞാനും അങ്ങനെ അവരുടെ അടുത്ത് കാണിക്കത്തുള്ളൂ, അതെല്ലാവർക്കും മനസ്സിലാവും. ഇനി കുഞ്ഞാൻ കുടുംബം വന്നു. ഹലോ, പേരെന്താണ്? പേര് ചുമ്മാ പേര്. എത്രാം ക്ലാസ്സിൽ? 3. ഏത് സ്കൂളിൽ? MG കിളിമാനൂർ. 3 കലിപ്പ് നീ ആടേ? എൻ്റെ ചാനലിടാനല്ലേ. ബാംഗ്ലൂർ ലൈഫ് പറയും. അടിപൊളി, നൈസ്, വണ്ടർഫുൾ. കൊള്ളാം, ബാംഗ്ലൂർ ലൈഫ് കൊള്ളാം, അടിപൊളി. ഇടയ്ക്ക് എന്നെ വിളിക്കും. ഗൈസ്, അപ്പം ഇതാണ് എൻ്റെ ഇത്ത. അപ്പോൾ നമുക്ക് ബാംഗ്ലൂരിലെ ലൈഫിനെ കുറിച്ച് ചോദിക്കാം. എന്താണ് ഇവിടെ ഇരുന്ന് പറയാം? ബാംഗ്ലൂർ ലൈഫ് എന്ത് ഷൈ ആവുന്ന കേട്ടോ ഇവർക്ക് ഭയങ്കരമായിട്ട്. ബാംഗ്ലൂർ ലൈഫിനെ കുറിച്ച് 2 വാക്ക്. മൈക്ക് പിടിച്ച് അനുഭവങ്ങളെല്ലാം പറയും. എങ്ങനെയാ കാറില്ല? ഇനി വേറെ എവിടെയെങ്കിലും പോകും. വന്നിരീടാ ബ്രോ. ഞാൻ നിങ്ങളെ വരുന്ന സമയത്ത് എടുക്കാനില്ല. ഞാൻ ഇതിന് മുമ്പ് കുറെ എടുത്തു. ഇത് ട്രൈപോഡ്, ഗിംബല് മറ്റേത് DG-യുടെ. നീ സിയായി കാണാനാ എന്നെ കാണാൻ? കുഴപ്പമില്ല ഇപ്പൊ. മെഡിസിൻ കുറച്ച് കഴിക്കുന്നുണ്ട്. ആന്റിബയോട്ടിക് ഇൻഫെക്ഷൻ വരാതിരിക്കും ആന്റിബയോട്ടിക് കഴിക്കുന്നുണ്ട്. പുറത്തുനിന്നുള്ള ഫുഡ് കൂടുതൽ ഇത് വരും, എല്ലാ പ്രായമുള്ളവർക്കും വരും. ഇനി വരത്തില്ല, അത് കട്ട് ചെയ്ത് കളഞ്ഞു. അതിന്റെ കൂടെ ഒരു മുഴയും കൂടെ ഉണ്ടായിരുന്നു. അനസ്തേഷ്യ ആയിരിക്കും അല്ലെങ്കിൽ ഇവിടെ ഇതിന്റെ ഈ വെയിനിൽ കൂടെ കയറ്റും. അപ്പോഴത്തേക്ക് ബ്ലാക്ക് ഔട്ട് ആവും.
ഇപ്പൊ ഓക്കെ ആയോ? നീ പുറത്ത് ഇറങ്ങി തുടങ്ങിയില്ല? ഇച്ചിളാക്കിയിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. അതൊന്ന് 27-ാം തീയതി അടുത്ത വെള്ളിയാഴ്ച. ഓ ആരെ കാണാൻ വന്ന? സിയായല്ലേ അപ്പൊ? സിയ കുളിക്കുന്നത്ര. എന്തോന്നു ഉമ്മടെ മോട്ടർ ഉമ്മടെ 2000 രൂപയുടെ മോട്ടറോളയുടെ എയർബഡ് ആരാ അടിച്ചിട്ട് പോയി. ആരാ അടിച്ചിട്ട് പോയെന്നല്ല ഇവിടെ കാണുന്നില്ല. നമ്മൾ ആരെങ്കിലും കാണാതെ ആരെങ്കിലും പറയാൻ പറ്റുമോ? ഇവിടെ ഞാൻ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഊരി വെപ്രാളത്തിൽ ഇവിടെ വെച്ചില്ല. എവിടെയെങ്കിലും കാണും, കണ്ടില്ല. അതിന്റെ ദേഷ്യമുള്ള എൻ്റെ അടുത്തും സിയാടുത്തും കാണിക്കുന്നു. മൊത്തവും തല തിരിച്ചിട്ട് നോക്കി. ഞാൻ പറഞ്ഞേ 1000 രൂപയുടെ താഴെ ഉള്ള ഒരു സാധനം ഞാൻ വാങ്ങിച്ചു തരാം. 2000 രൂപയുടെ എയർബഡേ വെക്കും. ഇതെവിടെ വാങ്ങിയ? ബാംഗ്ലൂർ സൺഡേ മാർക്കറ്റിൽ പോകും. അവിടെ ഈ ബാഗിയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചീപ്പായിട്ട് കിട്ടുമല്ലേ? ഞാൻ പണം അയച്ചു തരാം. എനിക്ക് 5-6 ബാഗിയൊക്കെ സെലക്ട് ചെയ്ത് തരുന്നു. ബാഗി ഞാൻ എങ്ങനെയാ ബാംഗ്ലൂര്? ഞാൻ മലപ്പുറത്ത് പോകുമ്പോ ഒറ്റയ്ക്ക് പോവും. കുഴപ്പമില്ല. സ്റ്റിച്ചില്ല, ഗ്യാസിന്റെ വേദനയേ ഉള്ളൂ, അല്ലാതെ വലിയ പ്രശ്നമൊന്നുമില്ല. ആയത് മറിയം അതിനെന്ത് നാണിക്കുന്ന? TV കാണാല്ലേ ഇനി? ഒരു കുഴപ്പമില്ല ഈ വേഷത്തിനൊന്നും. പിന്നെ വീട്ടില് സാരി പറഞ്ഞപ്പോഴേ സർജറി എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഇരുന്ന മുഖം ഇങ്ങനെ അങ്ങായി. പിന്നെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ? എനിക്ക് നേരെ നിൽക്കാൻ പറ്റുമോ? എനിക്ക് ഓടിക്കളിക്കാൻ പറ്റുമോ? പിന്നെ ആദ്യമായിട്ടല്ലേ ഒരാൾ സർജറി ചെയ്യുന്നത്, അപ്പൊ പേടിയാവത്തില്ലേ? 2 വയസ്സായ കൊച്ചിന്റെ മുഖം കണക്കിരുന്നു. ഇല്ല, അത് 27-ാം തീയതി റിസൾട്ട് ഇനി വരത്തുള്ളൂ. വീഡിയോ എടുത്ത് വെക്കാത്തത് അതിന്റെ ഫോട്ടോ ഉമ്മി വീഡിയോ ഒന്നും എടുത്തു വെക്കാനൊന്നും പറ്റില്ല. അതിന്റെ ഫോട്ടോ ഉണ്ട്, കണ്ടില്ലേ? അത് ഞാൻ അയച്ചിട്ടില്ലേ? സർജറി കിടന്നപ്പോ വീഡിയോ എടുക്കാൻ കണ്ട മനസ്സേ. സർജറിക്ക് കിടന്നപ്പോഴല്ല, സർജറി കഴിഞ്ഞ് റൂമിൽ കൊണ്ടുവന്ന് അങ്ങോട്ട് ബെഡിൽ കയറി കിടന്നപ്പോ എന്റെ അടുത്ത് പറയുന്നത് ഇതെടുക്കാൻ. എന്റെ വയറ്റിന് എടുത്തത് മഴ. ഓ ഹല നാളെ അടിസ്ഥാന പാഠാവലി പരീക്ഷ. അടിസ്ഥാന പാഠാവലിക്കാര് 5 മണിക്കൂർ പഠിച്ചെന്ന് പറഞ്ഞു. ചോദ്യം ചോദിച്ചു ബബ്ബ പഠിക്കുന്നു. ഇത് അതിന്റെ വാപ്പ ഫുൾ മാർക്ക് വാങ്ങിച്ച വാപ്പ എനിക്ക് 5000 രൂപ വാപ്പ 500 രൂപ അതിന്റെ റെഡി. എല്ലാം പാസ്സായ 1,00,000 രൂപ. നമ്മളൊക്കെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. പിള്ളേർക്ക് പാരിതോഷികം കൊടുത്ത് ഇത് അതേ നടക്കത്തുള്ളൂ. ഓ എന്ത് അതിന് ഇല്ല, കുറച്ചുപേരെ കുറച്ചുപേരൊക്കെ വന്ന് ഭീമാപ്പള്ളിന്ന് ഒരുത്തൻ വന്ന് ആദം. നീ അത് ഓ അവൻ ഇട്ടിരുന്നു. അവൻ ഭീമാപ്പള്ളിയില് വള്ളക്കടവില് അവിടെയാണ് ലഹരി എല്ലാം വന്ന് മറിയുന്നത്. ഏപ്രിൽ 17-18 ഒരു ട്രിപ്പ് പോകും ഊട്ടി എല്ലാവരും കൂടെ. ഇന്നലെ ശബിയമ്മയൊക്കെ വന്നെന്ന് പറയുന്നു. 17-18 അല്ല 16 ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു. പോകുന്നു ഒരു ദിവസം ലീവ് എടുക്കണം. എന്താണ് താങ്കളുടെ ഉദ്ദേശം? ലീവ് എടുക്കാൻ എന്ത് പൈസക്കാണെങ്കിൽ വിളിക്കണ്ട. നീ പറ. ട്രിപ്പ് പോണം. ട്രിപ്പ് പോയാലേ റൈഹാന്റെ വണ്ടിയാണ് വിളിക്കുന്നത്. സുറൂർ
സുറൂറാ? ഉം. ആര് വഴി? പേരുള്ള വണ്ടി അത് തന്നെ സുറൂറ്. അന്ന് നമ്മള് അതിലാണ് സുറൂറ് ഇത്. ഉള്ള വണ്ടി നല്ല വണ്ടിയില്ലേ? ഡേയ്, ഊട്ടി വരെ പോണ എവിടെ സുറൂറ് പോയാ? തന്നെ. നമ്മൾ ടൂറിനാ പോയത്. 25. നമ്മളങ്ങോട്ട് പോയത്. നിങ്ങളിപ്പോ എവിടെ പോയി? പിള്ളേരെ ടൂറിന് പോയത്. കിൻഡർ ഗാർഡൻ. റോഷൻ വെച്ച സുറങ്ങരത്തില്ലേ? ഹലോ. ഞാൻ ശനിയാഴ്ച വരുള്ളൂ. അത് കഴിഞ്ഞ് എന്ത് കോളേജിൽ നിന്ന് ലീവ് പിന്നെ ജൂണിൽ വരുള്ളൂ. സെലിബ്രേറ്റിംഗ് വരുള്ളൂ. നമ്മൾ ഊട്ടി പോയി പൊളിച്ചിട്ട് വരാം. ചോദിക്കട്ടെ. ഇതാണ് ഈ ഹോസ്റ്റലിലൊക്കെ പോയെന്ന് പഠിച്ചാലുള്ള പ്രശ്നം. അവിടെ നിന്ന് ടൂറും കൊണ്ടുപോകാൻ പാടാണ് അല്ലേ? അവിടെ നിന്ന് ടൂറും കൊണ്ടുപോകാൻ പാടാണ്. എന്ത് ക്യാമറയുടെ ബാക്കിൽ പോയിരുന്നു. ഞാൻ പോയി ഞാൻ ആ സൈഡിലിരിക്കാം. എന്തിന് എന്തായാലും കണ്ട് ഒരാളത്തി വാടാ വെള്ളം കുടിച്ചിട്ട് വരാം. യവ ഇന്ന് ഉച്ചയായപ്പോ വന്ന് ഇറക്കൻ വെള്ളം എടുക്കുന്നതിന്റെ വ്ളോഗില് വെള്ളം എടുക്കുന്നതിന് എന്തൊരു വ്ളോഗ് കഴിക്കാൻ തരും. ആര് വന്നാലും ഇത് തന്നെയല്ലേ എടുക്കുന്ന. ഞാൻ എന്തോന്ന് കൊടുക്കട്ടെ? വട പോരി വട. നിനക്ക് കഴിച്ചൂടല്ലോ എന്തോന്ന് പടാ. അപ്പൊ ഞാൻ ഇത് തിന്നതാ. ഞായറാഴ്ച പഞ്ചാബ് സമൂസ. എണ്ണ കഴിച്ചൂടാ. പഞ്ചാബ് സമൂസയാണ് ഞാൻ ഇപ്പൊ തിന്നത്. കഴിച്ചുകൂടാന്ന് പറഞ്ഞാൽ കഴിച്ചുകൂടാ. ഞാൻ മന്തി തിന്നേക്കുന്നു പിന്നെയല്ലേ. അത് തുപ്പൂല കഴിച്ചത്. മയോണൈസും കൂട്ടിയാണ് ഞാൻ തിന്ന. നീ നോക്കിയാ നിനക്ക് കൊള്ളാം തന്നല്ലേ. എനിക്ക് എക്സാം കഴിഞ്ഞാടാ? എക്സാം ഇത് ചൊവ്വാഴ്ച ബയോളജി. അത് കഴിഞ്ഞാ? ഇംഗ്ലീഷ് 28-ാം തീയതി. അത് ശനിയാഴ്ച. അതും കൂടെ കഴിഞ്ഞാ തീർന്നു. ഫസ്റ്റ് ലൈഫ് ഇത് കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതെന്ത്? എനിക്കിഷ്ടമല്ല. ഞാൻ ഫെയർവെല്ലിന് പോലും പോയില്ല. എന്തിന്? ഒരു നല്ല ഓർമ്മ അതിൻ്റെ അകത്ത് നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. സ്കൂളിൽ നിന്ന് ടൂർ പോലും കൊണ്ടുപോയിട്ടില്ല. അറിയാവോ? ടൂർ അറ്റ്ലീസ്റ്റ് ടൂർ കൊണ്ടുപോകണം പിന്നെ സ്കൂളിൽ. അന്ന് എവിടെ പോയ സുറൂരില്? അത് OGT ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഈ കൃഷിയിലെ തന്നെ ഏറ്റവും വലിയ വലിയ സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ പോയി വ്ളോഗാണ് എടുത്തത്. അതാണ് ഞാൻ അവിടെ പോയി വ്ളോഗാണ് എടുത്തത്. ബാംഗ്ലൂരിൽ നിന്ന് ടൂർ കൊണ്ടുപോകുമ്പോൾ പോയില്ലേ? പോകുമ്പോ നമ്മളവിടെ ഹംപിയിലാണ് പോണം. ഹംപി എല്ലായിടത്തും പോകും. ഹൈദരാബാദ് അതിനെ കൊണ്ടുപോണ്ടേ? ഞങ്ങള് പോവും. അവിടെ എങ്ങനെ? മിസ്സുമാര് വരും. ഏ ഞങ്ങൾക്ക് അവിടെ മിസ്സുമാര് വരും. ഞങ്ങളെ സീനിയേഴ്സിനെ കൊണ്ടുപോയി. കേട്ടാ അമ്മ? ഉമ്മാ ഇത് കഴിഞ്ഞിട്ടേ പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ നിലമ്പൂര് പോകും കേട്ടോ. അപ്പം അത് ആര് തർത്താലും ഞാൻ പോവും. നിലമ്പൂർ മലപ്പുറത്ത് ലവന്മാരാണ് അവിടത്തെ. പിന്നെ ഈ സ്റ്റിച്ച് ഇളക്കാതെ എൻ്റെ കൂടെ തന്നെ അപ്പൻഡിസൈറ്റീസ് വന്ന ഒരു മലപ്പുറത്തുള്ള വ്ളോഗർ. പലരും പലതും പറഞ്ഞു തരും. അവൻ വീഡിയോ ഇടുന്നതാ അപ്പോഴും. അതാണ് പലരും പലതും പറയും. പിന്നെ എന്നെ പിടിച്ചങ്ങ് ഷോക്കേസിൽ പോയി. വൈഫൈ ലിമിറ്റ് ആയിട്ടും ഉണ്ടെന്ന് തോന്നുന്നു. സ്റ്റിച്ച് കണ്ട പൊക്കിളിൽ 3 സ്റ്റിച്ച്, ഇവിടെ ഒരു സ്റ്റിച്ച്, ഇവിടെ ഒരെണ്ണം. സെറ്റാണ്. അനസ്തേഷ്യൻ്റെ കിക്ക് വിടുമ്പോൾ ഉണ്ടല്ലോ ഒരു പെയിൻ ഉണ്ട്. വേറെയാണ് ആ പെയിൻ. ഇങ്ങോട്ട് വാടാ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ചൂടെടുത്ത് അറിയണേ. അങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങിയത്. വെളിയിലോട്ടിരിക്കാം. വൈനോട്ട് ഓടാതെ കിടന്ന് വീഴും. ഇവിടെ നെറ്റ് കുറവാണല്ലേ? ഐഡിയ വൈഫൈ ലിമിറ്റ് ഉണ്ട്. അല്ല അതല്ല ഐഡിയ കിട്ടത്തില്ല. ജിയോ കിട്ടും. VI കിട്ടൂല. VIക്ക് ഇപ്പൊ വലിയ റേറ്റിംഗും ഇല്ല. ജിയോ അല്ലേ